ഗൈസ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മൾ ഇത്തത്തറ കല്യാണം എന്താ അടുത്തെത്തി. അതായത് നാളെയാണ് കല്യാണം, ഇന്നിതാ തലേ ദിവസമാണ്. ഇവിടെ അങ്ങനെ പന്തലും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സ്റ്റേജ് ഡെക്കറേഷൻ വരുന്നത്. പിന്നെ ഇതാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇതെല്ലാം സുറുമിത്തറ വീട്ടിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് വെച്ചാണ് ഇവർ ഇതാ ടേബിളൊക്കെ കവർ ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. നമ്മളെ മോനൂസ് എല്ലാരും വന്നിട്ടുണ്ട്. ഹായ്ക്കുട്ടി കാണിക്കാൻ നിൽക്കുന്നു. ദാമിയും ഗിർ പറ. ഓക്കെ ഓക്കെ. ഞാൻ അവളതാ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് തന്നെ ആസെ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇതാണ് ഇത്തത്തട കയ്യിലിട്ട മൈലാഞ്ചി. എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. നല്ല രീതിയിൽ ചുമന്നു. ഇതാ ഹൈക്കുട്ടി കാണിക്കുന്ന നോക്കിയാണ് ഇത്തത്തെ കാണിക്കുന്നത്, അതേപോലെയാണ് അവളും കാണിക്കുന്നത്. ദാ ഇവിടെ മുത്ത് സ്റ്റെൻസിലാണ് മൈലാഞ്ചി ഇട്ടത്. അതാകുമ്പോ ഡിസൈൻ വരച്ച് ടൈം കളയണ്ട. മുത്ത് ദാ തലേ ദിവസം രാവിലെയാണ് ഇട്ടത്. നമ്മളൊക്കെ ഇന്നലെ രാത്രി ഇട്ടായിരുന്നു. ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന ഒരുങ്ങാൻ ടൈം കിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാരും ഡ്രസ്സ് മാറാൻ പോവുകയാണ്. എന്റെ പാട്ട് കേട്ട് നിങ്ങൾ ബോധങ്ങളുണ്ട് എന്ന് വെച്ചാണ് ഞാൻ എന്താ വോയിസ് കവർ കട്ടായി കളഞ്ഞത്. ഈ പാട്ട് ഞാൻ ഫേവറേറ്റ് പാട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോരോ എക്സ്പ്രഷനൊക്കെ ഇട്ട് പാടുന്നത്. അതായത് ഈ പാട്ടിലെ ഫേവറേറ്റ് വരിയാണ് ഇത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ എന്താ കുളിച്ചൊക്കെ ഫ്രഷ് ആയി. എന്നിട്ട് ഇതാ ഇനിയിപ്പോൾ റെഡിയാവാൻ പോവുകയാണ്. നാസിയ, സഹല, ഫാത്തിമ, മുത്ത് എല്ലാവരും ഉണ്ട്. അപ്പം എന്തായാലും റെഡി ആയിട്ട് കാണാം. ഞാൻ അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ഫിക്സർ ഇട്ട് അടിച്ചെടുക്കുകയാണ്. നമ്മളെല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് പോയി. വീഡിയോ ഉണ്ടല്ലോ. ഇതവിടെ സെയ്ഹ, ഹന എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ എല്ലാ പരിപാടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾ കാണുന്നതായിരിക്കും. നമ്മളെ മൂന്നുപേരെയും ഡ്രസ്സ് സെയിം ഡിസൈൻ ആണ്, കളർ വ്യത്യാസം ഒന്നേ ഉള്ളൂ. ഓറഞ്ചാ? അങ്ങനത്തെ നമ്മുടെ ഇത്തത്തതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇത്തത്തയുടെ ഔട്ട്ഫിറ്റ്. എല്ലാവരും കൈയൊക്കെ വിട്ടാണ്. ഇത്തത്തയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഇവിടെ സ്കൈ ഫ്രെയിമിലാണ്. ഇവിടെ ദാ ബീച്ചിന്റെ അടുത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ദാ ഊഞ്ഞാലൊക്കെ ആളെയാണ്. നമ്മളെല്ലാവരും ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. ദാ ഇവിടെ ഇത്തത്തയുടെ ദാ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുകയാണ്. ദാ ഇവിടെ ഷാളൊക്കെ ഇട്ടിട്ട് ദാ വീഡിയോ എടുക്കുക. പിടിച്ചു കൊടുക്കുന്നത് വേറെ ആരുമല്ല, നാസിയാണ്. പിന്നെ ഞാനും അവിടെ ദാ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഓരോ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന കണ്ടോണ്ടിരിക്കാൻ നല്ല രസം. അങ്ങനെ ദാ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ദാ സ്കൈ ഫ്രെയിമിൽ നിന്ന് ദാ വെളിയിലോട്ട് ഇറങ്ങി ദാ ഇത്തത്താക്ക് ദാ ഉടുപ്പൊക്കെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ചെറുക്കനും ആൾക്കാരൊക്കെ 4 മണിക്ക് എത്തും. അതുകൊണ്ട് നമ്മൾ ഇത്ത തന്നെ സ്റ്റേജിലൊക്കെ ഇരുത്തിയത് എങ്ങനെ ഇരിക്കുകയാണ്. എന്റെ അടുത്ത് മിക്കരും പറഞ്ഞിട്ടുണ്ട് കുറെ വീഡിയോ ഒക്കെ എടുത്ത് ഇട്, ലോങ് വീഡിയോ, നമുക്ക് എല്ലാവർക്കും വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ദാ ഈ തലേ ദിവസത്തെ എല്ലാ വീഡിയോയും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബോറടിക്കാത്ത സന്തോഷത്തോടെ ഇരുന്ന് കാണാം. അങ്ങനെ ദാ ചെറുക്കന്റെ വീട്ടുകാരെല്ലാരും വന്നിട്ടുണ്ട്. നമ്മളെ വീട്ടിലായിട്ടാണ് ദാ ചായയും കടിയൊക്കെ. നമ്മളെ ഹൈക്കുട്ടി ദാ ഇത്തത്താടെ അടുത്തിരുന്ന് ഐസ്ക്രീം കുടിക്കുകയാണ്. അവൾ ഇത്തത്തെ അടുത്തൊന്നും മാറുന്നില്ല, കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തത്ത. അങ്ങനെ ദാ അവര് വന്ന് നിൽക്കുന്നതൊക്കെ ഇവിടെ ദാ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അവർ സ്റ്റേജിലൊക്കെ കയറി ഇത്തത്ത ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അങ്ങനെ നമ്മളെ ചെറുക്കന് വന്ന് ഇത്തത്താക്ക് ഫ്ലവർ ഒക്കെ കൈ കൊടുത്തു. ദാ ഇവിടെ സൽമാനിക്കയും സുൽത്താനിക്കയും ചെറുക്കന് ഇതാ കൈച്ചേനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. സുൽത്താനിക്കൊക്കെ ഇടാൻ അറിയണമെന്ന് തോന്നുന്നു. കുറെ നേരമായിട്ട് അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദാ സൽമാനിക്കയുടെ ഹെൽപ്പ് ചെയ്ത് ദാ ചെയിനൊക്കെ ഇട്ട് കൊടുത്ത്.
സുൽത്താൻ പാളയം തോറൻ കൊടയാണ് എടുത്തു പറയുകയാണ്. കളിക്കാൻ എല്ലാവരും കസേരമായി ബന്ധപ്പെടുകയാണ്. നമുക്ക് എണ്ണം തിട്ടപ്പെടുത്തേണ്ടതാണ്. എല്ലാവരും സുൽത്താൻ ചെല്ലേണ്ടതാണ്. എല്ലാരും ഉണ്ട്. ഇക്കട നമ്മുടെ ഫാമിലി എല്ലാരും താഴെ വെക്കേണ്ടതാണ്. എന്താണ് പറയുന്നത് ഈ സന്ദർഭത്തിൽ? ബിസിനസ് ഐഡിയ മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ തിങ്കളെ ഇനിയോടി കണ്ടെറിയരുതേ
പിന്നാക്ക് ചേരേണമെന്നത് വിധിയുടെ വിളയാട്ടം. ഇതാണ് എൻ്റെ വീട്. നിങ്ങൾക്ക് ഹോം ടൂർ വേണമെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ ഉടനെ തന്നെ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.